സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി എയർടെല്ലിന് പിന്നാലെ മുകേഷ് അംബാനിയുടെ ജിയോയും കരാറിൽ ഒപ്പുവെച്ചു. ഇന്നലെയായിരുന്നു ഇലോൺ മസ്കിന്റെ സ്പേസ്എക്സുമായി കരാർ ഒപ്പുവെച്ചതായി ഭാരതി എയർടെൽ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് സ്റ്റാർലിങ്ക് സേവനങ്ങൾ വിൽക്കുന്നതിന് ആവശ്യമായ അംഗീകാരങ്ങൾ സ്പേസ്എക്സിന് ലഭിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രസ്തുത കരാർ അംഗീകാരം ലഭിച്ചാൽ ജിയോ തങ്ങളുടെ റീട്ടെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയും ഓൺലൈൻ സ്റ്റോർ വഴിയും സ്റ്റാർലിങ്ക് സൊല്യൂഷനുകൾ ലഭ്യമാക്കും. സ്റ്റാർലിങ്കുമായുള്ള കരാർ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുൾപ്പെടെ മികച്ച ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കാൻ ഉപകരിക്കുമെന്ന് ജിയോ അവകാശപ്പെട്ടു. വിവിധ നിയന്ത്രണ ഏജൻസികളുടെ അനുമതി സ്റ്റാർലിങ്കിന് ലഭ്യമായിട്ടില്ല. ഈ അനുമതികൾ ലഭിച്ചാലേ എയർടെല്ലിന്റെയും ജിയോയുടെയും കരാർ പ്രാബല്യത്തിൽ വരികയുള്ളൂ. എവിടെ ജീവിക്കുന്നവരായാലും ഓരോ ഇന്ത്യക്കാരനും മിതമായ നിരക്കിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുകയാണ് ജിയോയുടെ ലക്ഷ്യമെന്ന് റിലയൻസ് ജിയോ ഗ്രൂപ്പ് സിഇഒ മാത്യു ഉമ്മൻ പറഞ്ഞു. ഇന്ത്യയുടെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിൽ ജിയോയുടെ പ്രതിബദ്ധതയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് സ്പേസ് എക്സ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഗ്വൈൻ ഷോട്ട്വെൽ പറഞ്ഞു. ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഉടൻ അംഗീകാരം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.